Hi friends, welcome to my channel V3 Fashion. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് ഞാൻ നൈറ്റി സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നൈറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് കാണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് ഫോൾഡിങ് വരുന്നത്. ഇതുപോലെ നാലാക്കുക. ഈ ഭാഗത്ത് ഫോൾഡിങ് വരും, അതുപോലെ തന്നെ നമ്മുടെ മേൽ ഭാഗത്തും ഫോൾഡിങ് വരണം. അപ്പോൾ നമ്മുടെ നെയ്റ്റിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 49 ഇഞ്ചാണ്. അപ്പോൾ പ്ലസ് 2 ഇഞ്ച് കൂടുതൽ ഞാൻ ഇതേമാതിരി എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കൂടുതൽ 7 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒരു ലൈൻ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈക്കുഴി 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ ആംബിത്ത് എന്ന് പറയുന്നത് 34ആണ്. അപ്പോൾ 1/4 8.5 പ്ലസ് 2 ഇഞ്ച് 10.5 മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. ഇനി ചെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 36ആണ്. അപ്പോൾ 1/4 9 പ്ലസ് 2 ഇഞ്ച് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ വേസ്റ്റാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് കൂടുതൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 41 ഇഞ്ചാണ്. അപ്പോൾ 1/4 10.4 വരും, പ്ലസ് 2 ഇഞ്ച് 12.4 അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ മാർക്കിംഗ് ഒക്കെ കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് കൈക്കുഴി വരക്കേണ്ട ഭാഗമാണിത്. ഇനി നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പം അത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതൽ നമുക്ക് താഴോട്ട് മാക്സിമം എന്തോരം പ്ലെയർ ഉണ്ടോ അത്രയും നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും താഴ്ഭാഗം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സൈഡിൽ നിന്ന്, അതായത് സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ മേളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കുക. നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ താഴോട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടി, കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇതേമാതിരി കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം നെക്ക് അകലവും ഞാൻ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കത് കഴുത്ത് അകലം അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഞാൻ നമ്മുടെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അതിൽ ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ 2.5 ഇഞ്ച് വീതിയിൽ 3 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതേമാതിരി ഒരു സ്ക്വയർ വരച്ചിട്ട് അതിലൊരു യു ഷേപ്പ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. ഇനി നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ നാലായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട്. നമുക്ക് എന്തോരം ലെങ്ത്ത് സ്ലീവിന് വേണോ അത് മാർക്ക് ചെയ്യുക. ഞാൻ 2 ഇഞ്ച് കൂടുതൽ ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈവണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പം ഞാൻ 5.5 പ്ലസ് 1.5 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇവിടെ ഒരു 3 ഇഞ്ചിൽ വീതിയിൽ ഞാൻ എടുത്തിട്ട് നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. അപ്പോൾ കൈ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി ഒരു സ്റ്റിഫ് എടുത്തിട്ടുണ്ട്, പേപ്പർ സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് ഇതേമാതിരി ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ കഴുത്തകലം 2.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴുത്തിറക്കം എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പം ഞാൻ 6 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ആ 2.5 ഇഞ്ച് വീതിയിൽ 6 ഇഞ്ച് ലെങ്ത്തിലായിട്ട് ഒരു സ്ക്വയർ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നെക്ക് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ യു ഷേപ്പാണ് എടുക്കുന്നത്. യു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിൽ
ഞാൻ ഇതേമാതിരി ഒന്ന് ചുറ്റിനും മാർക്ക് ചെയ്യാണ്. കാരണം ഈ 1.5 ഇഞ്ച് വീതിയിൽ നെക്ക് ഞാൻ ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അയൺ ചെയ്ത് ഫ്രണ്ടിലോട്ട് മറിച്ച് അടിക്കുന്ന ഒരു മെത്തേഡിലാണ് നെക്ക് എടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് ഇതേമാതിരി എടുക്കുക. ഇനി നമുക്ക് താഴെ ഭാഗത്തായിട്ട് ഞാൻ 1.25 എടുക്കുന്നുണ്ട്. അത് ഫോൾഡിങ് ആണ്. നിവർന്ന് വരുമ്പോഴത്തേക്കും അവിടെ 2.5 ഇഞ്ച് വരും. ഇനി നമുക്ക് ഇതേമാതിരി ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇവിടെ ഇതേമാതിരി ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിംഗ് ഒക്കെ കൂടി ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേമാതിരി ഞാൻ ഈ ക്ലോത്തിൽ അയൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡറിലായിട്ട് ഇതേമാതിരി പീസ് 4 ഇഞ്ച് വീതിക്ക് ഞാൻ എക്സ്ട്രാ പീസ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേമാതിരി ഉള്ളോട്ട് ഫോൾഡ് ചെയ്തെടുക്കേണ്ട ഭാഗമാണ്. ഇതുപോലെ ഞാൻ ഇതേമാതിരി ഒരു പൈപ്പിംഗ് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ. അത് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ചുറ്റിനും എൻഡ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഞാൻ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫ്രണ്ട് ഓപ്പൺ ആയത് കാരണം സിബ് പിടിപ്പിക്കേണ്ട ഭാഗമാണിത്. അതിനായിട്ട് ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത്. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ കട്ട് ചെയ്ത പീസ് കറക്റ്റായ ലെവലിൽ ഇതുപോലെ വെച്ച് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് 4 ഇഞ്ച് വീതിയിൽ നമുക്കത് കഴുത്തടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മറിച്ചെടുക്കാം. ഫ്രണ്ടിലോട്ട് ഇതുപോലെ കറക്റ്റ് കോണ് വരുന്ന രീതിയിൽ തന്നെ ഫിനിഷിങ്ങിൽ മറിച്ചെടുക്കാം. ഈ ഒരു മെത്തേഡിൽ മറിച്ചിട്ട് നമുക്ക് കഴുത്ത് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ എൻഡിൽ ചെയ്ത പോലെ തന്നെ ഞാൻ ഇതേമാതിരി പൈപ്പിംഗ് ത്രെഡ് എടുക്കുകയാണ്. ഈ എൻഡിൽ ഇതുപോലെ നമുക്ക് ഈ ബ്ലാക്ക് കളറിലെ പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എൻഡ് കൂടെ നമുക്ക് ഒന്ന് പതിച്ചടിക്കാം. അപ്പോൾ എൻഡ് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനിതാ ഉള്ളിലായിട്ട് ഞാനൊരു 4 അടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടി ഫിനിഷിങ്ങിലും ഭംഗിക്കും വേണ്ടിയാണ് അതുപോലെ ചെയ്യുന്നത്. ഇനി ഞാൻ സിബ് എടുത്തിട്ടുണ്ട്. നമുക്കിത് സിബ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. കണ്ട ഇതുപോലെ ഞാൻ നല്ലൊരു ഭംഗിക്ക് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഫ്രണ്ടിലോട്ട് അടിച്ചിട്ട് ഒന്ന് പതിച്ചടിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉള്ളിലോട്ട് കറക്റ്റായിട്ട് പെട്ടെന്ന് ഫിനിഷിങ്ങിൽ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി അടിച്ചത്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ഷോൾഡർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബാക്ക് പീസ് ഇതുപോലെ ഫ്രണ്ടിലോട്ടൊന്ന് മറിച്ച് കൊടുക്കണം. അപ്പം ഞാൻ 2 ഷോൾഡറും ഈ 2 അടി വീതം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട ഇതുപോലെ മറിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ച്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ടും ബാക്കും നെക്ക് ഫിനിഷ് ചെയ്ത് ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവ് ഞാൻ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ക്ലോത്ത് സ്ലീവ് ഇട്ടിട്ട് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. കൈ ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച്, 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അത് ഷോൾഡറിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത്. കൈ വണ്ണം 11, അതിൻ്റെ പകുതി 5.5 ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നമ്മുടെ ലെങ്ത് അനുസരിച്ച് ബാക്കിയുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നിവർത്തിയിട്ടത് നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കൊടുക്കുക. അപ്പോൾ നൈറ്റിക്കാണെങ്കിലും ഇന്നിങ്ങനെ കുഴിച്ച് വെട്ടുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കാനായിട്ട്, ചുളുക്കില്ലാണ്ടിരിക്കാനാണ് ഇതേമാതിരി കട്ട് ചെയ്യുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഞാൻ ഇവിടെ കൂടുതൽ എടുക്കുന്നുണ്ട് സ്ലീവ് പിടിപ്പിക്കാനായിട്ട്. കൈക്കുഴിയുടെ ഇറക്കം 6.5 ഇഞ്ച്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആംബിത്ത് എന്ന് പറയുന്നത് 8.5, 1/4 8.5 വരും, 34. ഇനി ചെസ്റ്റ് വരുന്നത് 9 ഇഞ്ചാണ്. നമ്മുടെ വേസ്റ്റ് വരുന്നത് 10.25. അത് മാർക്ക് ചെയ്യാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിക്ക് ബോഡി ഫിറ്റിൽ നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി താഴോട്ട് ഇതേമാതിരി മാക്സിമം എന്തോരം വേണോ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ 1 സൈഡ് മാർക്കിങ് ഇപ്പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ലെവലായിട്ട് പിടിക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ സെയിം മാർക്കിങ് നമുക്ക് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും കിട്ടുന്നതാണ്. ഇതൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതേമാതിരി ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാത്രമേ നമുക്ക് കുഴിച്ച് വെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്ക് പോർഷനും ഇതേമാതിരി കൂടുതൽ നിൽക്കുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്ലീവ് പിടിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തികേടായിട്ടുണ്ടാകും. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ കട്ടിങ്ങും മാർക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെൻറ്റർ പോയിന്റ് എല്ലാം ഇതേമാതിരി ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ, സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഭാഗത്തെയും സ്ലീവ് ഈ 2 അടി വരുന്ന രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തേക്കണതിലൂടെ നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ 2 സൈഡും ഈ 2 അടി വീതം ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗം 1/2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തതോടുകൂടി നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇതേമാതിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന്, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള എല്ലാ വീഡിയോസിനായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.